ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അവയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇവയൊക്കെ ഒന്ന് നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അഥവാ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നൊക്കെ ഇത് അറിയപ്പെടും. ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പഴക്കമുള്ളതും വളരെയേറെ പ്രചാരമുള്ളതുമായ രീതിയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു അസറ്റിന്റെ പ്രതീക്ഷിത ആയുസ് മുഴുവൻ അതിന്റെ ഉപയോഗം തുല്യമായിരിക്കും എന്നതാണ് ഈ രീതിയുടെ അടിസ്ഥാന സങ്കല്പം. അതായത് ആസ്തിയുടെ ഉപയോഗ കാലയളവുകളും അതിന്റെ വാർഷിക ഡിപ്രീസിയേഷൻ തുകയും ഒരു ഗ്രാഫിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരു നേർരേഖയായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയെ നേർരേഖാ രീതി അഥവാ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രാഫാണ്. അതിൻ്റെ നോക്കിക്കേ, കണ്ടോ, ഒരു സ്ട്രെയിറ്റ് ലൈനല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആസ്തിയുടെ ഉപയോഗപ്രദമായ കാലയളവ് മുഴുവൻ ഡിപ്രീസിയേഷന്റെ തുക സ്ഥിരമായി നിലനിൽക്കുന്നതിനാൽ ഇതിനെ നിശ്ചിത ഗഡു സമ്പ്രദായം അഥവാ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്നും പറയും. നമ്മൾ ആ അസറ്റ് എത്ര നാൾ ഉപയോഗിക്കുന്നോ അത്രയും നാൾ മുഴുവനും അതിന്റെ അതിന് കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. ഇവിടെ കണ്ടില്ലേ, 2001 20,000, 2002 ഡിപ്രീസിയേഷൻ എമൗണ്ട് 20,000 2003 ഡിപ്രീസിയേഷൻ എമൗണ്ട് 20,000. അപ്പം ഇത്തരത്തില് നമ്മൾ ഉപയോഗിക്കുന്ന കാലയളവ് മുഴുവൻ ഡിപ്രീസിയേഷന്റെ തുക സ്ഥിരമായി നിൽക്കുന്നത് കൊണ്ട് ഇതിനെ ഏത് മെത്തേഡ് എന്നും പറയാം, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്നും പറയാം. അപ്പൊ ഈ രീതിയിൽ എല്ലാ വർഷവും ഒരു നിശ്ചിത തുക മൂല്യക്ഷയമായി ചുമത്തുന്നു. യഥാർത്ഥ വിലയുടെ നിശ്ചിത നിരക്ക് പ്രതിവർഷം മൂല്യക്ഷയമായി കണക്കാക്കുന്നതിനാൽ ഈ രീതിയെ യഥാർത്ഥ വില രീതി അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നും വിളിക്കുന്നു. അപ്പൊ 3 മെത്തേഡിൽ ഇത് അറിയപ്പെടും. ഏതൊക്കെയാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ ഏതെങ്കിലും മെത്തേഡിൽ ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പൊ ഇത് 3ഉം ഒന്ന് തന്നെയാണെന്ന് ഓർത്തിരുന്നോളണം. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതൊന്ന് മാർക്ക് ചെയ്തേക്കാം. It is also called fixed installment method because the amount of depreciation remains constant from year to year over the useful life of the asset. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എല്ലാ വർഷവും എങ്ങനെയായിരിക്കും, ഒരേ എമൗണ്ട് തന്നെയായിരിക്കും ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്നത്. According to this method, a fixed and an equal amount is charged as depreciation in every accounting period during the lifetime of the asset. അപ്പോൾ അസറ്റിൻ്റെ ലൈഫ് ടൈമിൽ നമ്മൾ ഈക്വൽ എമൗണ്ട് ആണ് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് ആൻഡ് ഈക്വൽ എമൗണ്ട് ആണ് ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്യുന്നത്. പിന്നെ ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്, അങ്ങനെയും ഇത് അറിയപ്പെടും. ഇനി ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഡിപ്രീസിയേഷൻ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിജ്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്. അപ്പം ഡിപ്രീസിയേഷൻ കാണാൻ എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ദി അസറ്റ്, അതായത് ആ അസറ്റിന്റെ വില, കോസ്റ്റ്, ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിജ്വൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താ, ആക്രി വില അല്ലേ. നമ്മൾ ആ അസറ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വില, അതാണല്ലോ ആക്രി വില. അതാണ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിജ്വൽ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്, അതായത് എത്ര വർഷം ഫലപ്രദമായിട്ട് ആ അസറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അത്. അപ്പം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ചിട്ട് ഈ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ടും അക്വിസിഷൻ കോസ്റ്റും തമ്മിലുള്ള അനുപാതമാണ് അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അതിന് പ്രകാരം ഈ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈക്വൽ ടു ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ അക്വിസിഷൻ കോസ്റ്റ് ഇൻറ്റു 100. അതായത് വാർഷിക മൂല്യക്ഷയ തുകയെ ഡിവൈഡഡ് ബൈ ആസ്തിയുടെ മുടക്കുതുക ഇൻറ്റു 100 എന്നാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കിക്കേ. കൺസിഡർ ദ ഫോളോയിങ് എക്സാമ്പിൾ. ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ഈസ് റുപ്പീസ് 2,50,000. ഒറിജിനൽ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് 2,50,000. യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റ് ഈസ് 10 ഇയർ. ആ അസറ്റ് നമുക്ക് എത്ര വർഷം നമുക്ക് യൂസ് ചെയ്യാം? 10 വർഷം. ആൻഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി ₹50,000. 10 വർഷം കഴിഞ്ഞ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ആക്രി വിലയാണ് എത്രയെന്ന് പറയുന്നത്? 50,000. Now the amount of depreciation to be charged every year will be computed. ഇപ്പം നമ്മൾ എത്ര രൂപയാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് ഓരോ വർഷവും ചാർജ് ചെയ്യേണ്ടത്, അതുപോലെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, ഇത് രണ്ടും കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പം അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അക്വിസിഷൻ കോസ്റ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ആൻ അസറ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു കോസ്റ്റിനകത്ത് അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 2,50,000 ആണ്. അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 50,000 ആണ്. അത് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 10 ഇയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, അതായത് 20,000 ആണ് ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ ഓരോ വർഷവും നമ്മൾ 20,000 രൂപ വെച്ച് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഇത് എന്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നോക്കിക്കേ, എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കാം? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് വിളിക്കാം, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വിളിക്കാം. അതുപോലെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റിനെ ബേസ് ചെയ്തിട്ടല്ലേ, അതുകൊണ്ട് ഇതിനെ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നും വിളിക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ അക്വിസിഷൻ കോസ്റ്റ് ഇൻറ്റു 100 ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രയാണ്? 20,000 ആണല്ലോ. ഇതാ ഇവിടെ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് 20,000 ആണ്. അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 2,50,000 ആണല്ലോ. അത് ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയാണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കിട്ടുന്നത്? 8% ആണ് കിട്ടുന്നത്. അപ്പം എങ്ങനെയാണ് ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ടും റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്ലിയർ? നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഈ നേർരേഖാ രീതിയുടെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ. സിംപ്ലിസിറ്റി മേക്സ് ഇറ്റ് എ പോപ്പുലർ മെത്തേഡ് ഇൻ പ്രാക്ടീസ്. വളരെ ലളിതവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രചാരവുമുള്ള ഒരു രീതിയാണ്. അപ്പം ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? വെരി സിമ്പിൾ ആണ്, ഈസി ആണ്, പോപ്പുലർ മെത്തേഡാണ്. നെക്സ്റ്റ്, അസറ്റ് ക്യാൻ ബി ഡിപ്രീസിയേറ്റഡ് അപ് ടു ദ നെറ്റ് സ്ക്രാപ്പ് വാല്യൂ ഓർ സീറോ വാല്യൂ. Therefore, this method makes it possible to distribute full depreciable cost over useful life of the asset. ആസ്തിയുടെ ആക്രി വില കുറച്ചുള്ള തുകയ്ക്ക് പൂർണ്ണമായും മൂല്യക്ഷയം കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ആസ്തിയുടെ മൂല്യക്ഷയ നിർണയ തുക പൂർണ്ണമായും എഴുതി തള്ളാനായിട്ട് സാധിക്കുന്നു. It is possible to distribute full depreciable cost over യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്. അതായത് ആസ്തിയുടെ ഈ ഡിപ്രീസിയബിൾ കോസ്റ്റ് പൂർണ്ണമായിട്ട് നമുക്ക് ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. തേർഡ്, എവറി ഇയർ സെയിം എമൗണ്ട് ഈസ് ചാർജ്ഡ് ആസ് ഡിപ്രീസിയേഷൻ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദിസ് മേക്സ് കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റ് ഫോർ ഡിഫറെൻറ്റ് ഇയേഴ്സ് ഈസി. ഓരോ വർഷവും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ലാഭനഷ്ട കണക്കിൽ ഒരേ തുകയാണ് നമ്മൾ ഡിപ്രീസിയേഷനായി കാണിക്കുന്നത്. അതിനാൽ വിവിധ വർഷങ്ങളിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം താരതമ്യം ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. മേക്സ് കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് ഇയേഴ്സ് വെരി ഈസി. നെക്സ്റ്റ്, ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദോസ് അസറ്റ്സ് whose useful life can be estimated accurately and where the use of asset is
consistent from year to year, such as leasehold buildings. ആയുസ് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയുന്ന ആസ്തികൾക്ക് ഏറ്റവും ഉചിതമായ രീതിയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ബിൽഡിംഗ് ലീസിന് എടുക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അതായത് അതിന് കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണല്ലോ ഓരോ വർഷവും അങ്ങനെ. അപ്പം ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദോസ് അസറ്റ്സ് whose useful life can be estimated accurately. അപ്പം ആയുസ് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയുന്ന ആസ്തികൾക്ക് ഉചിതമായിട്ടുള്ള രീതിയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പം ഇവയൊക്കെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫോൾട്ടി അസംഷൻ ഓഫ് same amount of the utility of an asset in different accounting years. ആസ്തിയുടെ ഉപയുക്തത എക്കാലവും ഒരേപോലെ ഇരിക്കും എന്ന തെറ്റായ സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഒരു അസറ്റ് വാങ്ങിച്ച ആ അസറ്റിന്റെ ഉപയോഗം എല്ലാ വർഷവും ഒരേപോലെ ആയിരിക്കുന്നു. അങ്ങനെ ആയിരിക്കില്ല. നമ്മളത് വാങ്ങിക്കുന്ന ഉടനെയല്ലേ നമുക്കത് ഏറ്റവും കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ കാര്യക്ഷമത കുറഞ്ഞു വരും. പക്ഷെ നമ്മളത് കണക്കിലെടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉപയുക്തത അല്ലെങ്കിൽ ഉപയോഗം എല്ലാ വർഷവും എല്ലാ കാലം എത്ര നാൾ ഉപയോഗിക്കുക അത്രയും നാളും ഒരേപോലെ ആയിരിക്കും എന്ന തെറ്റായ സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പോരായ്മയാണ്. Next, with the passage of time, work efficiency of the asset decreases and repair and maintenance expenses increases. ഉണ്ടോ? കാലം കഴിയുന്നതിനനുസരിച്ച് ആസ്തിയുടെ പ്രവർത്തനക്ഷമത കുറയുകയും അറ്റകുറ്റപ്പണികൾ കൂടുകയും ചെയ്യുന്നു. Hence, under this method, the total amount charged against profit on account of depreciation and repair taken together will not be uniform throughout the life of the asset. Rather, it will keep on increasing from year to year. അപ്പം അതുകൊണ്ട് ആസ്തിയുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവ് വർഷം തോറും വർദ്ധിച്ചു വരുന്നു. ഇത് ഡിപ്രീസിയേഷൻ കണക്കാക്കുമ്പോൾ പരിഗണിക്കുന്നില്ല. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സത്യാവസ്ഥ പരിഗണിക്കുന്നില്ല. അതായത് നമ്മൾ ഓരോ വർഷം കഴിയും തോറും ഈ അസറ്റുകളുടെ അറ്റകുറ്റപ്പണി റിപ്പയർ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ എക്സ്പെൻസ് കൂടുമല്ലോ. അത് പക്ഷെ നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കണക്കിലെടുക്കുന്നില്ല. അപ്പോൾ ഇവയൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകളായിട്ട് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ആ മെത്തേഡ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഇവയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.